നമസ്കാരം. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഭാഗത്തു നിന്നുള്ള കടുത്ത സൈനിക ഭീഷണികൾ നേരിടാൻ തങ്ങളുടെ നാവികസേനയെ ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സേനയായി മാറ്റുകയാണെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചു. കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ വെല്ലുവിളികൾ മുൻപെന്നത്തെക്കാളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ശത്രുക്കൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ പ്രതിരോധ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ നിർണായക പ്ലീനറി യോഗത്തിലാണ് ഈ പുതിയ തന്ത്രപ്രധാന നീക്കം അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കൊറിയൻ ഉപദ്വീപിലെ നിലവിലെ സാഹചര്യം ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിലേക്ക് അതിവേഗം നീങ്ങുകയാണെന്ന് കിം ജോങ് ഉൻ യോഗത്തിൽ കടുത്ത മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ആണവ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള സൈനിക ശേഷി അതിവേഗത്തിൽ വർദ്ധിപ്പിക്കാൻ വർക്കേഴ്സ് പാർട്ടി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ദക്ഷിണ കൊറിയ സ്വന്തമായി ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനെ ഉത്തര കൊറിയ രൂക്ഷമായ ഭാഷയിലും വിമർശിച്ചു. ദക്ഷിണ കൊറിയയുടെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായി ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള പുതിയ അത്യാധുനിക യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം ഉത്തര കൊറിയ വേഗത്തിലാക്കിയിട്ടുണ്ട്. 5000 ടൺ ക്ലാസ് ഡിസ്ട്രോയർ കാങ്കോങ് ഉൾപ്പെടെയുള്ളവയും 10,000 ടൺ ക്ലാസ് തന്ത്രപ്രധാന ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകളും വികസിപ്പിക്കാനാണ് പോങ്യാങ്ങിന്റെ അടിയന്തര പദ്ധതി. തങ്ങളുടെ ആണവ നയം ഒരിക്കലും മാറ്റാനാകാത്തതാണെന്ന് ഉത്തര കൊറിയ ആവർത്തിച്ചു വ്യക്തമാക്കി. ഇനി ഒരു ഘട്ടത്തിലും ആണവ നിരായുധനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സ്ഥാനമില്ലെന്നും കിമിന്റെ സഹോദരിയും ഉത്തര കൊറിയൻ രാഷ്ട്രീയത്തിലെ ശക്തയായ നേതാവുമായ കിം യോ ജോങ്ങും തുറന്നടിച്ചു. യുഎസുമായും ദക്ഷിണ കൊറിയയുമായും നിലനിൽക്കുന്ന കടുത്ത ഭിന്നതകൾക്കിടയിൽ നാവികസേനയെ കൂടി ഉൾപ്പെടുത്തി ഉത്തര കൊറിയ ആണവ പ്രതിരോധം കൂടുതൽ വിപുലീകരിക്കുന്നത് മേഖലയിൽ വൻ യുദ്ധഭീതിയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും ഉത്തര കൊറിയയുടെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിനെ ശക്തമായി ന്യായീകരിച്ച് ഭരണാധികാരി കിം ജോങ് ഉൻ രംഗത്ത് വരികയാണ്. പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ അന്തരീക്ഷത്തെ നേരിടാനുള്ള ഏക വഴി ഉത്തര കൊറിയയുടെ ആണവായുധ രാജ്യ പദവി പൂർണ്ണമായി വിനിയോഗിക്കുക എന്നത് മാത്രമാണെന്നാണ് കിം ജോങ് ഉൻ പറയുന്നത്. ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കവേ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനും രക്തച്ചൊരിച്ചിൽ വർദ്ധിപ്പിക്കുന്നതിനും കാരണം അമേരിക്കയാണെന്നും കിം കുറ്റപ്പെടുത്തിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ ഗുണ്ടാ സ്വഭാവമുള്ള അത്യാഗ്രഹം കാരണം ലോകമെമ്പാടും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറുന്നതെന്നും വിവിധ മേഖലകളിലെ ഏറ്റുമുട്ടലുകൾ കൂടുതൽ അക്രമാസക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കിം പറഞ്ഞു. വിവിധ രീതികളിൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന പ്രവചനാതീതമായ അന്താരാഷ്ട്ര സൈനിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ സജീവമായും ആത്മവിശ്വാസത്തോടെയും നേരിടാനുള്ള ഏറ്റവും ശരിയും ഏകവുമായ മാർഗം ആണവശക്തി നിരന്തരം വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക, അതോടൊപ്പം ഒരു ആണവായുധ രാജ്യത്തിന്റെ പദവി പൂർണ്ണമായി വിനിയോഗിക്കുക എന്നതുമാണെന്നായിരുന്നു കിമ്മിന്റെ വാക്കുകളെ ഉദ്ധരിച്ച KCNA റിപ്പോർട്ട് ചെയ്തത്.